ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ മാരുതി വിക്ടോറിയസിന് മുന്നിലാണ്. AVG ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബേക്കർ ജംഗ്ഷനാണ് ലൊക്കേഷൻ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കോട്ടയം ബേക്കർ ജംഗ്ഷനടുത്താണ് ഈ AVG മോട്ടോഴ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് റിവ്യൂ ആണ് ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ലോഞ്ച് ഡേയിൽ തന്നെയാണ് റിവ്യൂ ചെയ്യുന്നത്. ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അഡാസ് ഫീച്ചേഴ്സ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നൊരു അരീന വാഹനമാണ് നമ്മുടെ വിക്ടോറിയസ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീച്ചർ റിച്ച് ആയിട്ട് വരുന്നൊരു വാഹനമാണ്. മാരുതിയുടെ ഭാഗത്തു നിന്നും അതുപോലെ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ വിക്ടോറിയസ് മുൻപന്തിയിൽ തന്നെ നിൽപ്പുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയുടെ പ്രൈസിങ് തന്നെയാണ്. പ്രൈസ് നമുക്ക് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന VXi മാനുവൽ ട്രാൻസ്മിഷന് പ്രൈസ് വരുന്നത് 14,26,000 രൂപയാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി 31,000 രൂപയുടെ എക്സ്റ്റൻഡഡ് വാറണ്ടി നമുക്ക് എടുക്കാവുന്നതാണ്. അതുകൂടെ ചേർത്ത് നമുക്ക് പ്രൈസ് 14,26,000 പിന്നെ 31,000 രൂപയുടെ എക്സ്റ്റൻഡഡ് വാറണ്ടി നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് പ്രൈസ് വരുന്നത് 16,10,000 രൂപയാണ് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ അതിനും ഇതുപോലെ എക്സ്റ്റൻഡഡ് വാറണ്ടി നമുക്ക് 36,000 രൂപയുടെ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് വണ്ടിയുടെ പ്രൈസിങ് വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വിക്ടോറിയസിൻ്റെ ഫ്രണ്ട് ലുക്കിലേക്ക് വരികയാണെങ്കിൽ അതിഗംഭീരമായിട്ടാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹെഡ് ലാംപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊജക്റ്റഡ് ആയിട്ട് വരുന്ന ഹാലോജൻ ഹെഡ് ലാംപ്സ് ആണ് VXi മോഡലിന് വരുന്നത്. അതുപോലെ ക്രോമിയത്തിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് ഫ്രണ്ടിലേക്ക് കണക്ട് ചെയ്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാംപ്സ് നമുക്ക് വണ്ടിക്ക് വരുന്നില്ല, അത് അഡീഷണൽ ആയിട്ട് ആക്സറി ചെയ്യാവുന്നതേ ഉള്ളൂ. താഴേക്ക് നോക്കുകയാണെങ്കിൽ സിൽവർ ഫിനിഷ് ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റും കമ്പനി കൊടുത്തിട്ടുണ്ട്. നടുക്ക് സുസൂക്കിയുടെ ലോഗോയും പിന്നെ ആ ക്രോമിയത്തിൻ്റെ കണക്റ്റിംഗ് ടൈപ്പ് ഒരു പാറ്റേണും വളരെ അട്രാക്റ്റീവായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹുഡിൻ്റെ പോർഷനിലേക്ക് വരികയാണെങ്കിൽ രണ്ട് സൈഡിലും ഒരു ക്യാരക്ടർ ലൈൻസ് കമ്പനി ഇത്തവണ കൊടുത്തിട്ടുണ്ട്. ORVMC തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. 215/60 R17 ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. 4 വീലിലും ഡിസ്ക് ബ്രേക്സ് ഉണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് തന്നെ പറയാവുന്ന 210 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടിക്ക് കിട്ടുന്നത്. ഡോർ ഹാൻഡിൽസിൽ റിക്വസ്റ്റ് ബട്ടൺ നമുക്ക് കാണാം. B പില്ലേഴ്സ് ഒക്കെ ബോഡി കളേർഡ് ആയിട്ടാണ് വരുന്നത്. ഡോർ ഹാൻഡിൽസും ബോഡി കളേർഡ് ആണ്. പിന്നെ അതുപോലെ റൂഫ് റെയിൽസ് നമുക്ക് VXiയിൽ വരുന്നുണ്ട്. വണ്ടിയുടെ ക്വാർട്ടർ ഗ്ലാസും അത്യാവശ്യം വലിപ്പമേറിയത് തന്നെയാണ്. വീലിന് ചുറ്റും ക്ലാഡിങ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ലെങ്ത് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ക്രെറ്റയെക്കാളും അതുപോലെ ഗ്രാൻഡ് വിറ്റാറയെക്കാളും ലെങ്ത് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് സെക്ഷൻ അധികം ഒരു വണ്ടിയിലും കാണാത്ത ഒരു പ്രത്യേക ഡിസൈനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് തന്നെ വരുന്നുണ്ട്. അതിനകത്ത് ഒരു ഐസ് ക്യൂബ് പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് VXi തൊട്ടേ ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നുള്ളൂ. ആ ഒരു പർട്ടിക്കുലർ ഷേപ്പ് കണ്ട് ഒരു ഐസ് ക്യൂബ് പോലെ ഓരോ ലൈറ്റും ഇലുമിനേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട്. താഴെ നമുക്ക് വിക്ടോറിയസിൻ്റെ ബാഡ്ജിങ് കാണാം. സുസുക്കിയുടെ ലോഗോയും റൈറ്റ് സൈഡിൽ നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഒരു ബാഡ്ജിങ്ങും വന്നിട്ടുണ്ട്. താഴെ നമുക്ക് റിഫ്ലക്റ്റേഴ്സും അതുപോലെ റിവേഴ്സ് ലൈറ്റും കാണാം. 4 പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട് താഴെ. അതുപോലെ സിൽവർ കളർ വരുന്നൊരു സ്കിഡ് പ്ലേറ്റും കമ്പനി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ്, സെഗ്മെൻറ്റ് ബെസ്റ്റ് ഇൻ ക്ലാസ് ബൂട്ട് സ്പേസ് ആണ് വണ്ടിക്കുള്ളത്. പാഴ്സൽ ട്രേയും വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബൂട്ട് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അല്ലാതെ തന്നെ നമുക്ക് 439 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ബൂട്ട് ലാംപ്സും അതുപോലെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റും വണ്ടിക്ക് വരുന്നുണ്ട്. CNG വേരിയൻറ്റിന് 320 ലിറ്ററേ വരുന്നുള്ളൂ ബൂട്ട് സ്പേസ്. താഴെ CNGയുടെ ടാങ്ക് വരും. അതുപോലെ ഹൈബ്രിഡ് വേരിയൻ്റ് ആണെങ്കിൽ 300 ലിറ്ററേ നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നുള്ളൂ. വിക്ടോറിയസിൻ്റെ ആ ബാഡ്ജിങ് നല്ല രീതിയിൽ തന്നെ കമ്പനി സെൻറ്ററിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. VXiൻ്റെ ബാഡ്ജിങ് ഒന്നും പുറകിലില്ല. പിന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം വണ്ടിയുടെ ലെങ്ത് ആണ്. 4,360 mm ലെങ്ത്തും അതുപോലെ 1,795 mm വിഡ്ത്തും
നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റീന അത് എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറാണ്. 165.5 mm ഹൈറ്റും വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലെ ക്വാളിറ്റിയും അതുപോലെ ഫീച്ചേഴ്സും നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഡോർ ഓപ്പണേഴ്സിന് ചുറ്റിനും ഒരു ഗ്ലോസി ബ്ലാക്കിൻ്റെ ഫിനിഷും ORVMs ഇലക്ട്രിക്കലി ഫോൾഡബിളും അതുപോലെ അഡ്ജസ്റ്റബിളുമാണ്. പിന്നെ ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് കയറി നോക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീലിംഗ് ഒന്നാമതായി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് കാരണം ആ ഒരു വൈറ്റ് കളറും അതുപോലെ ബ്ലാക്ക് കോമ്പിനേഷനുമാണ്. പിന്നെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫീച്ചർ നമുക്ക് സ്റ്റിയറിങ്ങിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ നമുക്ക് ഡിജിറ്റലിയും അതുപോലെ അനലോഗ് രീതിയിലും സ്പീഡോമീറ്റർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നടുക്കായിട്ട് നമുക്കൊരു ചെറിയൊരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് നമുക്ക് അനലോഗ് ടൈപ്പ് ബലേനോയിലും ഒക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ VXIയിൽ കിട്ടുന്നത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഒരു 7 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ സിസ്റ്റമാണ് നമുക്ക് കമ്പനി കൊടുത്തിട്ടുള്ളത്. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമുക്ക് ഫിനിഷിങ്ങും മാരുതി വാഹനങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒരു രീതിയിലാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. AC കൺട്രോൾസ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത്തവണ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു സോഫ്റ്റ് ടച്ചും ടോഗിൾ സ്വിച്ചസൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ രസകരമായിട്ടാണ്. നമുക്ക് ഡിസ്പ്ലേയിൽ ടെമ്പറേച്ചർ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ചെറിയൊരു നോബും കമ്പനി കൊടുത്തിട്ടുണ്ട്. താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈലൊക്കെ വെക്കാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസും പിന്നെ നമുക്ക് USB പോർട്ടും ചാർജിങ് പോർട്ടും താഴെ വന്നിട്ടുണ്ട്. കീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോക്ക് ആൻഡ് അൺലോക്ക് ഫീച്ചറുള്ള ഒരു റിമോട്ട് കൺട്രോൾ കീ. നടുക്ക് നമുക്ക് കപ്പ് ഹോൾഡേഴ്സും ആംറസ്റ്റിൽ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ്സ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് സീറ്റ്സ് എന്ന് കമ്പനി കൊടുത്തിട്ടുണ്ട്. ക്രോമിയം ഫിനിഷുള്ള ഡോർ ഓപ്പണേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സൺവൈസേഴ്സിലും നമുക്ക് ടിക്കറ്റ് ഹോൾഡേഴ്സ് വിത്ത് മിറേഴ്സ് അവൈലബിൾ ആയിട്ടാണ് വരുന്നത്. പിന്നെ മാനുവലി കൺട്രോൾ ചെയ്യുന്ന IRVMസും ഹാലോജൻ ബൾബ്സ് ഉള്ള റീഡിംഗ് ലൈറ്റ്സും ഫ്രണ്ടിലുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് സൈഡിൽ കാണാം. താഴെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും അതുപോലെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ സെക്ഷനിലേക്ക് കടക്കാം. 1462 cc ഒരു എൻജിനാണ് വണ്ടിക്ക് വരുന്നത്. K15C സീരീസ് ആണ്. പിന്നെ 103 PS ഒരു പവറും അതുപോലെ 139 Nm ടോർക്കും വണ്ടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 21.8 ആണ്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ബാക്ക് സീറ്റിൻ്റെ പ്രത്യേകത നമുക്ക് എടുത്തു പറയേണ്ടത് 3 പേർക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഹെഡ് റെസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ സെൻറ്ററിൽ ആളില്ലെങ്കിൽ ആംറെസ്റ്റ് ആയിട്ട് നമുക്ക് അത് കൺവേർട്ട് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ട് 2 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാവുന്നതാണ്. പിന്നെ സീറ്റ്സ് ഒക്കെ നോക്കുക, നല്ല കംഫർട്ടബിൾ സീറ്റ്സ് തന്നെയാണ്. വണ്ടിക്ക് ഫാബ്രിക് ടൈപ്പാണ് സീറ്റ് വരുന്നത്. പിന്നെ ആംറെസ്റ്റിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സും അവൈലബിൾ ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യാവുന്നതാണ്. സെൻറ്റർ ആംറെസ്റ്റ് നമുക്ക് മറ്റ് പല വണ്ടികളിലും ഇപ്പോൾ മിസ്സിംഗ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് സെൻറ്ററിൽ നമുക്ക് AC വെൻസും അതുപോലെ 2 Type C ചാർജിങ് പോർട്ടും അവൈലബിൾ ആണ്. സെൻറ്റർ ടണലൊന്നും വലിയ കൂടുതലൊന്നും പൊങ്ങിയല്ല, അതുകൊണ്ട് തന്നെ കംഫർട്ടബിളായി 3 പേർക്ക് ഇരിക്കാൻ പറ്റും. ഹാലോജൻ ടൈപ്പായിട്ടാണ് റീഡിംഗ് ലൈറ്റ്സ് മുകളിൽ വരുന്നത്. അത്യാവശ്യം ലെഗ് റൂമും അതുപോലെ തൈ സപ്പോർട്ടും വണ്ടിക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ള കംഫർട്ട് നമുക്ക് ബാക്ക് സ്പേസിൽ കിട്ടുന്നുണ്ട്. ലെവൽ 2ൻ്റെ ADAS ഫീച്ചേഴ്സ് നമുക്ക് ഫുൾ ഓപ്ഷനിൽ കിട്ടുന്നുണ്ട്. അതുപോലെ 5 സ്റ്റാർ റേറ്റിംഗും ഗ്ലോബൽ എൻക്യാപ്പിലും ഭാരത് എൻക്യാപ്പിലും കിട്ടിയിട്ടുണ്ട്. 4 വീൽസിലും ഡിസ്ക് ബ്രേക്സും അതുപോലെ ബേസ് മോഡൽ തൊട്ട് 17 ഇഞ്ചിൻ്റെ ടയേഴ്സും വണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ESCയും അതുപോലെ 360 ഡിഗ്രി ക്യാമറയും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻസിലും വണ്ടിക്ക് അവൈലബിൾ ആണ്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ബുക്കിങ്ങിനായിട്ട് നിങ്ങൾ കോട്ടയം ബേക്കർ ജംഗ്ഷനിലുള്ള AVG മോട്ടോഴ്സുമായി കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ടെസ്റ്റ് ഡ്രൈവ്സ് ഒക്കെ കമ്പനി അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും.
പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.